കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. ശാസ്താംകോട്ട കോടതി കഴിഞ്ഞ ദിവസം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണം എന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, പോലീസിന്റെ ആവശ്യം കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ്. ഇത് കോടതി അംഗീകരിക്കുവാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായും അഭിലാഷ്, കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിപ്പിച്ച് കയറ്റി കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. ഏകദേശം 11 മണിയോടുകൂടിയാകും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. രണ്ടാം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി കഴിഞ്ഞ ദിവസം ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഇവരുടെ ജാമ്യം നിഷേധിച്ചത്. പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതികളുടെ രക്തസാമ്പിളുകളെല്ലാം നേരത്തെ പോലീസ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. മനഃപൂർവ്വമുള്ള നരഹത്യയാണ് ഇരുവർക്കും ചുമത്തിയിരിക്കുന്നത്. അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അഭിലാഷ്.